വെൽക്കം ടു 7 Day Miracles ചാനൽ. ഹായ് ഡിയർ, ഞാനൊരു സത്യം പറയട്ടെ. നമ്മിൽ പലരും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ചോദിച്ചിട്ടുണ്ട്, എന്തുകൊണ്ടാണ് ആളുകൾ എന്നെ കാണാതെ പോകുന്നത്, എന്തുകൊണ്ടാണ് ആളുകൾ എനിക്ക് വാല്യൂ തരാത്തത്, ഞാൻ സ്പെഷ്യൽ അല്ലേ? നമ്മുടെ സൊസൈറ്റി നമ്മോട് പലപ്പോഴും പറയുന്നുണ്ട്, അട്രാക്റ്റീവ് ആകാൻ ഫെയർ സ്കിൻ വേണം, 6 പാക്ക് വേണം, ബ്രാൻഡഡ് ഡ്രസ് വേണം. പക്ഷേ ഡിയേഴ്സ്, അതൊരു വലിയ കള്ളമാണ്. യഥാർത്ഥ ആകർഷകത്വം നമ്മുടെ ലുക്സിലല്ല, അത് നമ്മുടെ കണ്ണുകളിൽ, നമ്മുടെ ചിരിയിൽ, നമ്മുടെ ആത്മവിശ്വാസത്തിൽ, നമ്മുടെ ക്യാരക്ടറിലാണുള്ളത്. ചിന്തിച്ചു നോക്കൂ, ഒരാൾ വളരെ ഹാൻസം അല്ലെങ്കിലും അവൻ ഒരു ഹാളിൽ വന്നാൽ അല്ലെങ്കിൽ ഒരു റൂമിൽ വന്നാൽ എല്ലാവരും അവനെ നോക്കാറില്ലേ? എന്താ അതിൻ്റെ കാരണം? ആൻസർ സിമ്പിളാണ്, ഇന്നർ അട്രാക്ഷൻ. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ഉള്ളിലെ ആ ഇന്നർ അട്രാക്ഷൻ ഉണർത്തി ഒരു മാഗ്നറ്റിക് പേഴ്സണാലിറ്റി ആകാൻ സഹായിക്കുന്ന കുറച്ച് ഗോൾഡൻ ടിപ്സ് ആണ്. കോൺഫിഡൻസ് ഇല്ലെങ്കിൽ അട്രാക്റ്റീവ്നെസ് ഇല്ല, സിമ്പിൾ. നിങ്ങൾ ഒരാളുടെ മുന്നിൽ നിൽക്കുമ്പോൾ നിങ്ങളുടെ വാക്ക്, നിങ്ങളുടെ കണ്ണിലെ ഷൈൻ, നിങ്ങളുടെ വോയിസിലെ ഉറപ്പ്, ഇതൊക്കെ ചേർന്ന് കോൺഫിഡൻസ് പുറത്തേക്ക് വിളിച്ചു പറയണം. നടക്കുമ്പോൾ നേരെ, നടു നിവർത്തി, ചെസ്റ്റ് ഓപ്പൺ, തല ഉയർത്തി നടക്കുക. സംസാരിക്കുമ്പോൾ വാക്കുകൾ വ്യക്തതയോടെ, സാവധാനം, പവർഫുള്ളായി കണ്ണിൽ നോക്കി പറയുക. മിസ്റ്റേക്ക് വന്നാലും ക്ഷമിച്ച് ചിരിച്ച് മുന്നോട്ട് പോകൂ. കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ അരഗൻസ് അല്ല. കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ വാല്യൂ അറിയാം, എനിക്ക് എൻ്റെ വർത്ത് അറിയാം എന്നുള്ള സൈലന്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. സോ ഓരോ ദിവസവും കണ്ണാടിക്ക് മുന്നിൽ നിന്ന് പറഞ്ഞുകൊള്ളൂ, ഞാൻ മതിയായവനാണ്, ഞാൻ ശക്തനാണ്, ഞാൻ അട്രാക്റ്റീവാണ്. സ്ലോലി നിങ്ങളുടെ മൈൻഡും ബോഡിയും അത് വിശ്വസിക്കും. ഒരു ജെന്യൂൻ സ്മൈൽ ലോകത്തെ കീഴടക്കാൻ മതിയാകും. ചിന്തിക്കൂ, ഒരു സ്ട്രേഞ്ചർ നിങ്ങളോട് ചെറിയൊരു സ്മൈൽ തന്നാലേ നിങ്ങൾക്കും ഇൻസ്റ്റന്റ് ഫീൽ ഗുഡ് ആകില്ലേ? അതാണ് സ്മൈലിന്റെ മാജിക്. സോ ജെന്യൂൻ സ്മൈൽ ആളുകൾക്ക് എനർജി കൊടുക്കും. ചിരി ലാംഗ്വേജ് ബാരിയേഴ്സിനും കാസ്റ്റ്, റിലീജിയൻ, ഏജ് ബാരിയേഴ്സിനും ഒക്കെ അതീതമാണ്. ഒരാൾ ഡിപ്രസ്ഡ് ആയിരിക്കുമ്പോൾ നിങ്ങളുടെ ചെറിയൊരു സ്മൈൽ അവൻ്റെ ഹോൾ ഡേ മാറ്റിവെക്കാം. ഓർക്കൂ, നിങ്ങളുടെ ചിരി മറ്റൊരാളുടെ ജീവിതത്തിൽ പ്രകാശമായി മാറാം. സോ ചിരിക്കുന്നേ. സുഹൃത്തെ, അട്രാക്ഷൻ്റെ ഏറ്റവും അണ്ടർ എസ്റ്റിമേറ്റഡ് പവറാണ് ലിസണിങ്. സംസാരിക്കുമ്പോൾ മറ്റൊരാൾക്ക് മറുപടി തയ്യാറാക്കാനാണ് മനസ്സ് ശ്രമിക്കുന്നത്, കേൾക്കാനല്ല. പക്ഷേ നിങ്ങൾ ഒരാളെ ശ്രദ്ധിച്ച് കേട്ടാൽ അവർ നിങ്ങളെ ഒരിക്കലും മറക്കില്ല. കണ്ണുകളിൽ നോക്കി കേൾക്കുക, ഇടയ്ക്കിടയ്ക്ക് തലയാട്ടുക, ഇടപെടാതെ ക്ഷമയോടെ കേൾക്കുക. അവസാനം അവർ പറഞ്ഞത് ഒരു ചെറിയ സമ്മറിയായി റിപ്പീറ്റ് ചെയ്ത് പറയുക. People don't remember what you say, people remember how you make them feel. ഒരു നല്ല കേൾവിക്കാരനായാലേ നിങ്ങൾ എല്ലാവരുടെയും ഫേവറേറ്റ് കമ്പാനിയൻ ആയിരിക്കും. ബോഡി ലാംഗ്വേജ് ആണ് നിങ്ങളുടെ സൈലന്റ് അഡ്വർടൈസ്മെന്റ്. സ്ട്രെയിറ്റ് പോസ്ചർ കീപ്പ് ചെയ്യുക, തുറന്ന കൈകൾ, കണ്ണുകളിൽ നോക്കി സംസാരിക്കുന്നത്, മുന്നോട്ടാഞ്ഞ് അവർക്ക് ശ്രദ്ധ കൊടുത്ത് സംസാരിക്കൽ അല്ലെങ്കിൽ ശ്രദ്ധ കൊടുത്ത് കേൾക്കൽ, ഇതെല്ലാം നിങ്ങളുടെ സൈലന്റ് അഡ്വർടൈസ്മെന്റ് ആണ്. തിങ്ക്, ഒരാൾ നടന്നപ്പോൾ ഷോൾഡേഴ്സ് ഡൗൺ, ഐസ് ഡൾ വാക്ക് അട്രാക്റ്റീവ് ആണോ? ഒരാൾ നെഞ്ചി വിരിച്ച് തല ഉയർത്തി കോൺഫിഡൻസ് സ്റ്റെപ്പോടുകൂടി നടക്കുമ്പോഴോ ഇമ്മീഡിയറ്റ്ലി അറ്റൻഷൻ ഗ്രാബ് ചെയ്യുക തന്നെ ചെയ്യും, അല്ലേ? നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് വാക്കുകളേക്കാൾ ലൗഡായി സംസാരിക്കും. അട്രാക്റ്റീവ്നെസ് എക്സ്പെൻസ് ക്ലോത്ത്സിലല്ല, അട്രാക്റ്റീവ്നെസ് സിംപ്ലിസിറ്റിയിലാണ്. സോ നന്നായി അയൺ ചെയ്ത നീറ്റ് ഡ്രസ് ഉപയോഗിക്കുക, നല്ല പേഴ്സണൽ ഹൈജീൻ ഉറപ്പുവരുത്തുക, ലൈറ്റ് പെർഫ്യൂം അല്ലെങ്കിൽ നാച്ചുറൽ ഫ്രാഗ്രൻസ്, സിമ്പിൾ ബട്ട് സ്മാർട്ട് സ്റ്റൈൽ ഉണ്ടായിരിക്കുക. പീപ്പിൾ റെസ്പെക്ട് ദി വൺ ഹൂ റെസ്പെക്ട് ഹിംസെൽഫ്. സോ വൃത്തിയായിരിക്കുക, ക്ലീൻ നെയിൽസ്, ടൈഡി ഹെയർ, മിനിമൽ ആക്സസറീസ്. ഓർക്കൂ, സിംപ്ലിസിറ്റി തന്നെയാണ് ഏറ്റവും വലിയ ഭംഗി. ദയ, അത് തന്നെയാണ് ഏറ്റവും വലിയ ചാം. ചെറിയ ഹെൽപ്പ് ചെയ്യുക, ജെന്യൂൻ അപ്രീസിയേഷൻ കൊടുക്കുക, ചെറിയ പുഞ്ചിരി നൽകുക, താങ്ക് യു ഒരിക്കലും പറയാൻ മടിക്കരുത്. ഓർക്കൂ, ആളുകൾ നമ്മോട് ഷെയർ ചെയ്യുന്ന ചെറിയ പ്രശ്നം പോലും നമ്മൾ സ്നേഹത്തോടെ റിയാക്ട് ചെയ്താൽ അവർ നമ്മളെ എന്തും ഓർക്കും. കൈൻഡ്നസ് ഈസ് നെവർ വേസ്റ്റഡ്. ഒരു ചെറിയ ആക്ട് ഓഫ് ലവ് മറ്റൊരാളുടെ ലോകം തന്നെ മാറ്റും. അറിവ് അട്രാക്ഷൻ ഉണ്ടാക്കും. സോ റീഡ് ബുക്സ്, ലേൺ ന്യൂ തിങ്സ്, ന്യൂസിൽ അപ്ഡേറ്റ് ആയിരിക്കുക, ഗുഡ് വെക്കാബുലറി ഡെവലപ്പ് ചെയ്യുക, ഗോസിപ്പ്, കംപ്ലൈൻറ്റ് അവോയ്ഡ് ചെയ്യൂ. ഒന്ന് ആലോചിക്കൂ, ഒരാൾ ബോറിംഗ് ഗോസിപ്പ് മാത്രം സംസാരിക്കുന്നു, മറ്റൊരാൾ പോസിറ്റീവ് നോളജ് ഷെയർ ചെയ്യുന്നു. ആരെയും ആളുകൾ വീണ്ടും കാണാൻ ആഗ്രഹിക്കുക? സെക്കൻഡ് പേഴ്സൺ അല്ലേ? സോ
നോളജ് പ്ലസ് ക്ലിയർ വേർഡ്സ്, അൺബീറ്റബിൾ മാഗ്നറ്റിസം. ജീവിതത്തെ ബോറിംഗ് ആയി കാണുന്നവർ അട്രാക്റ്റീവ് അല്ല. എനർജി ഉള്ളവരാണ് മാഗ്നറ്റിക്. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ഫുൾ പാഷനോട് ചെയ്യൂ. സ്മോൾ വിൻസ് ആഘോഷിക്കൂ. ലാഫ് ലൗഡ്, ലിവ് ബോൾഡ്. എനർജി ഒരു പകർച്ചവ്യാധിയാണ്. നിങ്ങൾ പുഞ്ചിരിയോടെ ആവേശത്തോടെ ഫുൾ ലൈഫ് എൻജോയ് ചെയ്യുമ്പോൾ ആളുകൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ എനർജി ഫീൽ ചെയ്യും. ബി ദി ഫയർ ദാറ്റ് ലൈറ്റ്സ് അപ്പ് അതേഴ്സ്. ഫേക്ക് ആയാൽ ആരും ഇംപ്രസ് ആകില്ല. റിയൽ ആയാൽ എല്ലാവരും റെസ്പെക്ട് ചെയ്യും. ബി യുവർ സെൽഫ്. തെറ്റുകൾ അക്സെപ്റ്റ് ചെയ്യുക. കോപ്പി ക്യാറ്റ് ആവാതിരിക്കൂ. നാച്ചുറലായ ഒരാൾക്ക് മറ്റുള്ളവരെ ആകർഷിക്കാൻ അധികം ശ്രമിക്കേണ്ടതില്ല. ആളുകൾ അവരുടെ സ്വാഭാവികത കൊണ്ടാണ് അവരെ ഇഷ്ടപ്പെടുന്നത്. ബീങ് നാച്ചുറൽ ഈസ് ദി അൾട്ടിമേറ്റ് അട്രാക്ഷൻ. നെഗറ്റിവിറ്റി ആൾക്കാരെ ഓടിച്ചു വിടും. പോസിറ്റിവിറ്റിയാണ് അട്രാക്ട് ചെയ്യുന്നത്. സോ പ്രോബ്ലംസ് മാത്രം സംസാരിക്കാതെ അതിനുള്ള വഴി പറഞ്ഞു കൊടുക്കൂ. ചെറിയ കാര്യങ്ങളിൽ സന്തോഷം കാണൂ. പരാതി പറയാതെ അപ്രീഷിയേറ്റ് ചെയ്യുക. നിങ്ങൾക്കൊപ്പം ഇരിക്കുന്നവർ ഫീൽ ഗുഡ് ആകുന്നുവെങ്കിൽ അവർ വീണ്ടും വീണ്ടും നിങ്ങളുടെ കമ്പനി തേടി വരും. നിങ്ങൾക്കറിയാമോ, നിങ്ങളുടെ ഒരു പോസിറ്റീവ് സ്മൈൽ മറ്റൊരാളുടെ ഇരുട്ടിനെ വെളിച്ചമാക്കും. സോ ഡിയർ ഫ്രണ്ട്, നാം ഒരുമിച്ച് ഈ ടിപ്സ് എല്ലാം കണ്ടു കേട്ടു. പക്ഷേ ഒരു ചോദ്യം നിങ്ങൾ തന്നെ നിങ്ങളോട് ചോദിക്കണം. ഞാൻ അട്രാക്റ്റീവ് ആകാൻ തയ്യാറാണോ? എൻ്റെ ജീവിതം മാറ്റാൻ ഞാൻ സീരിയസ്ലി ശ്രമിക്കുമോ എന്ന്. കാരണം അട്രാക്ഷൻ ഒരു മാജിക് ട്രിക്ക് അല്ല. ഇത് മേക്കപ്പ് കൊണ്ട് കിട്ടുന്ന ഗ്ലാമറും അല്ല. അട്രാക്ഷൻ നിങ്ങളുടെ ജീവിതത്തിന്റെ എനർജിയാണ്. ചിന്തിച്ചു നോക്കൂ. ഒരു ദിവസം രാവിലെ കണ്ണടിയിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് പ്രൗഡായി പറയാൻ കഴിയണം, ഇവിടെ കാണുന്ന വ്യക്തി സ്മാർട്ട് മാത്രമല്ല, കോൺഫിഡന്റ് ആണ്. കോൺഫിഡന്റ് മാത്രമല്ല, കൈൻഡ് ആണ്. കൈൻഡ് മാത്രമല്ല, ഇൻസ്പയറിംഗ് കൂടിയാണ്. ഓൺലി ഗുഡ് ലുക്കിംഗ് അല്ല, ബട്ട് ലൈഫ് ചേഞ്ചിങ് പ്രസൻസ് ആണ്. സുഹൃത്തെ, ട്രൂ അട്രാക്റ്റീവ്നെസ് 3 ഘടകങ്ങളിലാണ്. നിങ്ങളുടെ മുഖം, നിങ്ങളുടെ മനസ്സ്, നിങ്ങളുടെ എനർജി. ഇവ ഒന്നിച്ചു വന്നാൽ നിങ്ങൾ മാഗ്നറ്റ് പോലെയാകും. സോ remember, looks can attract the eyes, but only character attracts the heart. സോ നിങ്ങൾ അട്രാക്റ്റീവ് ആകണമെങ്കിൽ ഹൃദയം അട്രാക്റ്റീവ് ആക്കണം. ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യൂ. സിമ്പിൾ പ്രാക്ടീസ് ചെയ്യൂ. മിററിൽ കണ്ണിൽ നോക്കി ആത്മവിശ്വാസം ഉണ്ടാക്കൂ. പോസിറ്റീവ് വേർഡ്സ് സംസാരിക്കാൻ ശ്രമിക്കൂ. ദിവസം ഒരു 10 മിനിറ്റ് ബുക്ക് വായിക്കൂ. ഒരു സുഹൃത്തിനോട് ജെന്യൂൻ കൈൻഡ് മെസ്സേജ് അയക്കൂ. സ്മോൾ സ്റ്റെപ്സ്, ഡെയിലി സ്റ്റെപ്സ്, അത് നിങ്ങളെ ഓർഡിനറിൽ നിന്നും എക്സ്ട്രാ ഓർഡിനറിയിലേക്ക് മാറ്റും. 10 വർഷത്തിന് ശേഷം നിങ്ങൾ അട്രാക്റ്റീവ് ആകുന്നത് ലുക്സ് കൊണ്ടല്ല, ഇമ്പാക്റ്റ് കൊണ്ടായിരിക്കും. പീപ്പിൾ വിൽ സേ, ഞാൻ അവനെ ഒരിക്കലും മറക്കില്ല, അല്ലെങ്കിൽ അവളെ ഒരിക്കലും മറക്കില്ല. കാരണം അവൻ്റെ സ്മൈൽ എൻ്റെ ദിവസം മാറ്റിയിരുന്നു. അവളുടെ വേർഡ്സ് എന്നെ ഇൻസ്പയർ ചെയ്തിരുന്നു. അവളുടെ പ്രസൻസ് എൻ്റെ ജീവിതം ഉയർത്തി. സോ ഡിയർ ഫ്രണ്ട്, നിങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന അട്രാക്റ്റീവ് പവർ ആരും കാണാതെ പോകാൻ അനുവദിക്കരുത്. അതിനെ പുറത്തെടുക്കൂ. ജീവിതം ഷോർട്ടാണ്, ബട്ട് യുവർ ഇമ്പാക്റ്റ് ക്യാൻ ബി എറ്റേണൽ. അട്രാക്റ്റീവ് ആകുക. കാരണം ലോകം നിങ്ങളെ കാണേണ്ടതാണ്, കേൾക്കേണ്ടതാണ്, ഓർക്കേണ്ടതാണ്. Remember, you don't need to be perfect to be attractive. You just need to be real, confident and kind. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ സ്റ്റേ കോൺഫിഡൻറ്റ്, സ്റ്റേ അട്രാക്റ്റീവ് ആൻഡ് അക്സെപ്റ്റ് ദി മിറക്കിൾസ് റൈറ്റ് നൗ.